നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം എന്താണ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്നതെന്നറിയണ്ടേ? സൂര്യരാശി നോക്കി ഇന്നത്തെ ഫലമറിയാം. മേടം രാശി. തൊഴിലിലും ബിസിനസ്സിലും അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങളുടെ ജോലി വിപുലീകരണത്തിനായി വിശദമായ പ്ലാനുകൾ സൃഷ്ടിക്കും. മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ആക്കം കൂട്ടും. മീറ്റിംഗുകളിൽ നിങ്ങൾ ഫലപ്രദമായി ആശയവിനിമയം നടത്തും. നിങ്ങളുടെ ആത്മവിശ്വാസം ശക്തമാകും. എല്ലാവരുടെയും സഹകരണമുണ്ടാകും. പൂർവിക വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുക. സമതുലിതമായ ആശയവിനിമയ ശൈലി നിലനിർത്തുക. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുക. കഴിവുകൾക്കനുസരിച്ച് പ്രകടനം മികച്ചതാക്കുക. തടസ്സങ്ങൾ തരണം ചെയ്യും. ഒരു ബജറ്റ് സൃഷ്ടിച്ച് പിന്തുടരുക. കലാപരമായ കഴിവുകൾ മെച്ചപ്പെടും. ഇടവം രാശി. മുതിർന്നവരുടെ പിന്തുണ വർദ്ധിക്കും. വ്യക്തിപരമായ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടും. വിവിധ മേഖലകളിൽ മികവ് പുലർത്തും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കും. എല്ലാ ദിശകളിൽ നിന്നും നല്ല ഫലങ്ങൾ കൈവരിക്കും. ദീർഘകാല പദ്ധതികൾക്ക് ആക്കം കൂട്ടും. വിശ്വാസവും ആത്മവിശ്വാസവും വർദ്ധിക്കും. വിവിധ കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും. തൊഴിലും ബിസിനസ്സും അഭിവൃദ്ധിപ്പെടും. ആത്മീയ വിനോദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കും. യോജിപ്പുള്ള ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ ഊന്നൽ നൽകുക. ജോലിയുടെ വേഗത വർദ്ധിക്കും. മീറ്റിംഗുകളിൽ ഫലപ്രദമായ ആശയവിനിമയം ഉണ്ടാകും. മിഥുനം രാശി. അച്ചടക്കത്തോടെ മുന്നോട്ടു പോകുക. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പാലിക്കുക. സമചിത്തതയോടും ഐക്യത്തോടും കൂടി മുന്നോട്ടു പോകണം. ജോലിയിൽ ക്ഷമ പാലിക്കുക. പ്രിയപ്പെട്ടവരുടെ ഉപദേശം പരിഗണിക്കുക. അപ്രതീക്ഷിത സാഹചര്യങ്ങൾ ഉണ്ടാകാം. കരിയറും ബിസിനസ്സും ശരാശരിയിൽ തുടരും. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കും. ആശയവിനിമയത്തിൽ ജാഗ്രത പാലിക്കുക. ഭക്ഷണക്രമം മെച്ചപ്പെടും. നയങ്ങളിലും നിയമങ്ങളിലും വിശ്വസിക്കുക. അപകടകരമായ സാഹചര്യങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. കർക്കിടകം രാശി. അത്യാവശ്യ ജോലികൾ കൂട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ടീം വർക്ക് ശ്രമങ്ങൾ മെച്ചപ്പെടുത്തുക. പ്രിയപ്പെട്ടവരുടെ വിശ്വാസം നേടണം. കൂട്ടായ ശ്രമങ്ങൾ വർദ്ധിക്കും. വ്യവസായത്തിലും ബിസിനസ്സിലും കൂടുതൽ ഫലം ഉണ്ടാകും. സ്ഥിരത ശക്തിപ്പെടുത്തും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. അടുപ്പമുള്ളവരുടെ പിന്തുണ വർദ്ധിക്കും. കുടുംബത്തിൽ ഐക്യം നിലനിൽക്കും. പോസിറ്റിവിറ്റിയിൽ നിന്ന് പ്രയോജനം ലഭിക്കും. ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സംഭാഷണങ്ങളിൽ അനായാസത നിലനിർത്തണം. നേതൃത്വപരമായ കഴിവുകൾ ശക്തിപ്പെടും. പ്രായോഗികമായ ചിന്ത നിലനിർത്തുക. ചിങ്ങം രാശി. ജോലിയുടെ കാര്യക്ഷമത വർദ്ധിക്കും. വിജയശതമാനം ഉയർന്ന നിലയിൽ തുടരും. നിങ്ങൾ പ്രൊഫഷണൽ ശ്രമങ്ങൾ മെച്ചപ്പെടുത്തും. സാമ്പത്തിക വശം മികച്ചതായിരിക്കും. നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കുക. നയങ്ങളും നിയമങ്ങളും പാലിക്കുക. തൊഴിൽ രംഗത്തും ബിസിനസ്സിലും വളർച്ചയുണ്ടാകും. യുക്തിസഹമായി പ്രവർത്തിക്കുക. വാണിജ്യ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകും. അത്യാഗ്രഹവും പ്രലോഭനങ്ങളും ഒഴിവാക്കുക. ഇടപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കടം വാങ്ങുന്നത് ഒഴിവാക്കുക. തൊഴിൽ സാധ്യതകൾ മികച്ചതായിരിക്കും. അച്ചടക്കം വർദ്ധിപ്പിക്കുക. കന്നിരാശി. പ്രധാനപ്പെട്ട ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള മനോഭാവം നിലനിർത്തുക. വിജയശതമാനം മെച്ചപ്പെടും. പഠനത്തിലും വിദ്യാഭ്യാസത്തിലും താൽപ്പര്യമുണ്ടാകും. പരീക്ഷകളിലെ മത്സരങ്ങൾ സ്വാധീനം ചെലുത്തും. വിനോദവും യാത്രയും ആസ്വദിക്കുക. പുതിയ ആളുകളെ കണ്ടുമുട്ടുന്നത് സന്തോഷകരമായിരിക്കും. തയ്യാറെടുപ്പുകളോടെ പുരോഗതി കൈവരിക്കും. കലാപരമായ കഴിവുകൾ അഭിവൃദ്ധിപ്പെടും. കാര്യമായ അവസരങ്ങൾ വന്നു ചേരും. വ്യക്തിപരമായ കാര്യങ്ങളിൽ ക്ഷമ പാലിക്കുക. പ്രധാന ജോലികളിൽ മുൻകൈയെടുക്കുക. പ്രവർത്തനം വർദ്ധിപ്പിക്കുക. പ്രിയപ്പെട്ടവരിൽ നിന്ന് അനുകൂല വാർത്തകൾ ലഭിക്കും. വിനോദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കുക. തുലാം രാശി. നിയമങ്ങളിലും നയങ്ങളിലും ഊന്നൽ നൽകുക. മുതിർന്നവരെ കാണാനുള്ള അവസരങ്ങൾ വർദ്ധിക്കും. വ്യക്തിപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വസ്തു വാഹന സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ പുരോഗതി ഉണ്ടാകും. എല്ലാവരുടെയും ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുക. വിനയത്തോടെ പ്രവർത്തിക്കുക. സെൻസിറ്റീവായ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. ഷാഢ്യമോ അക്ഷമയോ കാണിക്കുന്നത് ഒഴിവാക്കുക. വൈകാരികമായ കാര്യങ്ങൾ ക്ഷമയോടെ കൈകാര്യം ചെയ്യുക. കുടുംബത്തിൽ അടുപ്പം വർദ്ധിക്കും. ശാരീരിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. തൊഴിലിലും ബിസിനസ്സിലും പ്രൊഫഷണലിസം നിലനിർത്തുക. സൗകര്യങ്ങളിലും താൽപ്പര്യം നിലനിർത്തും. പക്വത വർദ്ധിപ്പിക്കുക. വൃശ്ചികം രാശി. അത്യാവശ്യ ജോലികൾക്ക് മുൻഗണന നൽകുക. സാമൂഹിക ഇടപെടലുകൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ധൈര്യം വർദ്ധിക്കും. വീര്യം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹകരണവും പിന്തുണയും ലഭിക്കും. ഉത്സാഹത്തോടെ ഇരിക്കുക. യാത്രകൾക്കുള്ള അവസരം വന്നു ചേരും. ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുക. സഹകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. ചെറിയ വിശദാംശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മുതിർന്നവരോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കുക. ധനുരാശി. അനുകൂലമായ അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കും. ആശയവിനിമയത്തിൽ അനായാസത നിലനിർത്തുക. സാംസ്കാരിക പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കും. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. തത്വങ്ങൾ പാലിക്കണം. എല്ലാവരോടും ബഹുമാനം കാണിക്കുക. വാഗ്ദാനങ്ങൾ പാലിക്കണം.
വ്യക്തിപരമായ ശ്രമങ്ങൾക്ക് ആക്കം നൽകുക. ബന്ധങ്ങൾ മെച്ചപ്പെടും. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യം നിലനിർത്തുക. ഐക്യം വളർത്തണം. മതപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. അതിഥികളുടെ വരവ് തുടരും. മകരം രാശി. സൃഷ്ടിപരമായ ശ്രമങ്ങൾക്ക് പിന്തുണ ലഭിക്കും. കുടുംബത്തിൽ നിന്നുള്ള സഹകരണവും വീട്ടിൽ ഉത്സവാന്തരീക്ഷവും നിലനിൽക്കും. നേതൃത്വപരമായ കഴിവുകൾ മെച്ചപ്പെടും. ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സമയക്രമീകരണം മെച്ചപ്പെടുത്തണം. നവീകരണത്തിനുള്ള ഒരു മാനസികാവസ്ഥ സ്വീകരിക്കുക. എല്ലാവരോടും ബഹുമാനം കാണിക്കണം. വിനയത്തോടെയും വിവേകത്തോടെയും പ്രവർത്തിക്കുക. ആകർഷകമായ ആശയവിനിമയം നിലനിർത്തണം. കലാപരമായ കാര്യങ്ങൾക്ക് ജനപ്രീതി ലഭിക്കും. സാംസ്കാരിക മൂല്യങ്ങൾ ശക്തിപ്പെടുത്തും. സന്തോഷത്തിലും ക്ഷേമത്തിലും ഐക്യം വർദ്ധിക്കും. നല്ല ബന്ധങ്ങൾ നിലനിർത്തുക. ഉത്തരവാദിത്തത്തോടെ ഇരിക്കുക. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നിറവേറ്റുക. കുംഭം രാശി. ബന്ധങ്ങളിൽ നല്ല ആശയവിനിമയം നിലനിൽക്കും. തയ്യാറെടുപ്പോടെയും ഉൾക്കാഴ്ചയോടും കൂടി മുന്നോട്ടു പോകുക. ചെലവുകളും നിക്ഷേപങ്ങളും നിയന്ത്രിക്കണം. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പാലിക്കുക. സഹകരണ മനോഭാവം നിലനിർത്തണം. അച്ചടക്കം സ്വീകരിക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം. ബജറ്റിന് പ്രാധാന്യം നൽകുക. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മതപരമായ പ്രവർത്തനങ്ങളിലും താൽപ്പര്യം കാണിക്കുക. ജോലിയിൽ സൂക്ഷ്മത പുലർത്തുക. അപരിചിതരോട് ജാഗ്രത പാലിക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ ക്ഷമ കാണിക്കണം. മീനം രാശി. സാമ്പത്തിക കാര്യങ്ങളിൽ കാലതാമസം ഒഴിവാക്കുക. കരിയറും ബിസിനസ്സും മെച്ചപ്പെടും. ചർച്ചകളിൽ വിജയിക്കും. വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എതിരാളികൾക്കെതിരെ ജാഗ്രത പാലിക്കുക. അശ്രദ്ധ ഒഴിവാക്കണം. ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും അടുത്ത ആളുകളിൽ നിന്ന് പിന്തുണ സ്വീകരിക്കുകയും ചെയ്യുക. ബന്ധങ്ങൾ ദൃഢമാകും. പ്രൊഫഷണലിസം നിലനിർത്തുക. സുഹൃത്തുക്കളിൽ നിന്ന് പിന്തുണ സ്വീകരിക്കുക. മത്സരശേഷി വർദ്ധിക്കും. വ്യക്തിജീവിതം സന്തോഷകരമായിരിക്കും. സ്ഥിരത ശക്തിപ്പെടുത്തും. ശാന്തത പാലിക്കുക.